നമസ്കാരം. നെഞ്ചെരിച്ചിൽ നെഞ്ചെരിച്ചിൽ കൊണ്ട് വിഷമിക്കുന്നുണ്ട് പല ആൾക്കാരും. നെഞ്ചെരിച്ചിലാണ്, ഒട്ടും പറ്റുന്നില്ല, വേദന, നെഞ്ചിന് വേദനയാണ്, ആഹാരം പുളിച്ച് തികട്ടി വരുന്നുണ്ട്, ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല, എന്ത് കഴിച്ചാലും ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യങ്ങളാണ്. മിക്ക ആൾക്കാരിലും ഇപ്പോൾ ഇതുപോലെ നെഞ്ചെരിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് ഈ നെഞ്ചെരിച്ചിലിൻ്റെ കാരണം? നെഞ്ചെരിച്ചിൽ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ആഹാരം, നമ്മൾ കഴിക്കുന്ന ആഹാരം അന്നനാളത്തിൽ കൂടെ ആമാശയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആമാശയത്തിലാണ് ദഹന പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ അന്നനാളത്തിൽ നിന്ന് ആഹാരം ഒരേ ഡയറക്ഷനിൽ മാത്രമേ പോവുകയുള്ളൂ. പക്ഷേ ഈ നെഞ്ചെരിച്ചിൽ അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആമാശയത്തിൽ നിന്നുള്ള ആസിഡും ആഹാര സാധനങ്ങളും അന്നനാളത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ ആസിഡിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ പൊള്ളൽ പോലെ നമ്മുടെ അന്നനാളത്തിന് ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എരിച്ചിൽ ഫീൽ ചെയ്യുന്നത്. ചില ആൾക്കാർക്കാണെങ്കിൽ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ ഈ നെഞ്ചെരിച്ചിലുള്ള ആൾക്കാർക്ക് തൊണ്ടയ്ക്ക് വേദന, തൊണ്ടയിൽ പ്രശ്നങ്ങൾ, അതുപോലെ സൈനസൈറ്റിസ്, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്, ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാര രീതിയിലുള്ള പ്രത്യേകതകൾ. കാരണം നമ്മൾ അമിതമായിട്ടുള്ള ആഹാരം കഴിക്കുക, സമയം തെറ്റിയുള്ള ആഹാരങ്ങൾ, അതുപോലെ ജങ്ക് ഫുഡ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അപ്പം അമിതമായിട്ടുള്ള തടി വയ്ക്കുക, ഇതെല്ലാം ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ദിനചര്യയിലുള്ള വ്യത്യാസങ്ങൾ ഈ ഇതുപോലെയുള്ള നെഞ്ചെരിച്ചിലുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം വിശപ്പെന്ന് തോന്നിയാൽ ആ സമയത്ത് നമ്മൾ ആഹാരം കഴിക്കാതെ കുറേ സമയം കഴിക്കാതിരുന്നതിന് ശേഷം പിന്നീട് ആഹാരം കഴിക്കുമ്പോഴും അസിഡിറ്റി കൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. അസിഡിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആസിഡ് മുകളിലേക്ക് നമ്മുടെ ഈ ഈസോഫാജിയൽ സ്പിങ്ഡർ എന്നാണെന്ന് പറയുന്നത്, അതിൻ്റെ കൂടെ മുകളിലേക്ക് തെറിച്ച് പോകുന്നതിനും, അതുപോലെ അന്നനാളത്തിൽ എത്തിയിട്ട് നെഞ്ചെരിച്ചിലും അതുപോലെ തൊണ്ടയ്ക്ക് പ്രശ്നം, പുളിച്ച് തകട്ടൽ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില കേസസിൽ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് നെഞ്ചെരിച്ചിലുണ്ടാകുന്ന കേസസിൽ നമുക്ക് ചില ആൾക്കാർക്ക് ആഹാരം ഇറക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്ന് പറയാം. പിന്നെ വളരെ ഇതിൻ്റെ സങ്കീർണമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നാളുകളോളം ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ക്യാൻസറസ് കണ്ടീഷനായിട്ട് മാറാനുള്ള സാധ്യത വരെ ഉണ്ട്. പക്ഷേങ്കിൽ ആ അവസ്ഥയിലൊന്നും എത്താതെ നമ്മളുടെ ആഹാര രീതികൾ നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ രാവിലത്തെ ആഹാരം നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക, അതുപോലെ അമിതമായ ആഹാരം ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം അമിതമായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ശീലമുണ്ടല്ലോ, അത് അങ്ങനെ ആകാതെ നമ്മൾ ആവശ്യത്തിന് മാത്രം ആഹാരം കഴിക്കുന്ന ഒരു ശീലമാക്കുക. അതുപോലെ ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ കിടക്കുന്ന ശീലം ഒഴിവാക്കുന്നതാണ് നല്ല. ഉടൻ തന്നെ കിടക്കുകയാണെങ്കിൽ അത് ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലേക്ക് ആഹാരം തിരിച്ചു വരുന്നതിനും അതുപോലെ പുളിച്ച് തകട്ടൽ അനുഭവപ്പെടുന്നതിനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നമുക്ക് വണ്ണം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതുപോലെ ആഹാരം നമ്മൾ കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ആഹാരം കഴിച്ചിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഉടനെ തന്നെ ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ കിടക്കുന്നത് നെഞ്ചെരിച്ചിലുണ്ടാക്കാൻ മെയിനായിട്ടുള്ള ഒരു കാരണമാണ്. അതുപോലെ ജങ്ക് ഫുഡ്സ് ആണെങ്കിലും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കിതുപോലെ പുളിച്ച് തകട്ടലും നെഞ്ചെരിച്ചിലും അസിഡിറ്റി കൂട്ടുന്നതിനുള്ള കാരണങ്ങളാണ്. അപ്പം ഇതുകൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, നമ്മൾക്ക് തന്നെ ആഹാര രീതിയിലുള്ള കൺട്രോളുകൾ ചെയ്ത് നോക്കിയിട്ട് മാറ്റമില്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കണ്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കണം. സാധാരണ എൻഡോസ്കോപ്പി എന്നുള്ള ഒരു പ്രൊസീജിയറിൽ കൂടാണ് നമ്മൾ ഇത് എന്തെങ്കിലും സംഭവിച്ചിട്ട് അന്നനാളത്തിന് ആമാശയത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം ഡോക്ടറിനെ കണ്ട് അങ്ങനെ ചെക്കപ്പ് നടത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളതനുസരിച്ചുള്ള മെഡിസിൻ എടുക്കണം. ഹോമിയോപ്പതി മരുന്നാണ് നെഞ്ചെരിച്ചിലിന് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്ന മെഡിസിനുകളുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കാണെങ്കിൽ നെഞ്ചെരിച്ചിൽ വന്നിട്ട് നെഞ്ചിന് ഭയങ്കര പെയിൻ അനുഭവപ്പെടാം. ചിലരാണെങ്കിൽ പറയും പുറത്തും നെഞ്ചിനും എല്ലാം വേദനയുണ്ടെന്ന് പറയുന്നു. ചിലർക്കാണെങ്കിൽ തൊണ്ടയ്ക്കാണെങ്കിൽ എപ്പോഴും ഇറിറ്റേഷനാണ്, എപ്പോഴും തൊണ്ടയ്ക്ക് ഇങ്ങനെ കഫം വന്നിരിക്കുന്നത് പോലാണ്, തൊണ്ടയെ നമ്മൾ എപ്പോഴും കാർക്കിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നെഞ്ചിന് വേദനയുണ്ട്, ആഹാരം ഇറക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിച്ചാൽ ഉടനെ തങ്ങി നിൽക്കുന്നത് പോലെയുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ
കഴിക്കുമ്പോൾ തന്നെ അവരുടെ എന്താണ് അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്നതിനെ ആസ്പദമാക്കിയുള്ള മെഡിസിനുകൾ കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. ആരംഭത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ദിനചര്യകളിൽ വളരെ ശ്രദ്ധ ചെലുത്തുക. അതുപോലെ ആഹാര രീതികളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ അധികം ഫാറ്റി ആയിട്ടുള്ള ആഹാരങ്ങൾ, ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ, കാരണം വയറിന് കൂടുതൽ ലോഡ് കൊടുക്കും തോറും നമുക്ക് കൂടുതൽ ദഹന പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അപ്പം സമയാസമയങ്ങളിൽ ആഹാരം കഴിക്കുക, ആഹാരങ്ങൾ മിതമായ രീതിയിലുള്ള ആഹാരം കഴിക്കുക. അതുപോലെ ജങ്ക് ഫുഡ്സുകൾ, പുറത്തു നിന്നുള്ള ഫുഡ്സുകൾ കഴിക്കുന്നത് കുറയ്ക്കുക. അതുപോലെ മാനസിക സംഘർഷം കുറയ്ക്കുക. മാനസിക സംഘർഷം കൂടിയാലും നമ്മുടെ ദഹന പ്രവർത്തനങ്ങളെ ഒത്തിരി ബാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നെഞ്ചരിച്ചിലിൽ നിന്ന്, പുളിച്ചു തകട്ടിൽ നിന്നും നമുക്ക് വളരെയധികം രക്ഷ നേടാനായിട്ട് പറ്റുന്നതായിരിക്കും.